ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു കറിയാണ് ചായക്കടയിലെ മുട്ടക്കറിയല്ലേ. ഒരല്പം മധുരമൊക്കെ ആയിട്ടുള്ളൊരു കറിയാണ് അല്ലേ. നമുക്ക് ആ കറി ഒന്ന് ചെയ്താലോ. നമ്മളൊരു 6 കോഴിമുട്ട ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചൂടാറാനായിട്ട് വെച്ചിരിക്കുക. ഒരു 3-5 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി, പച്ചമുളക്. ഇത് നേരെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു 2 വിസിലൊന്ന് അടിക്കട്ടെ. 2 വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കർ താഴോട്ട് വെക്കാം. ഒന്ന് തണുക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് വെച്ചിരിക്കുകയാണ്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അടുപ്പ് ഒന്നുകൂടെ കത്തിക്കുക. അതിനുശേഷം ചീനച്ചട്ടിയോ ഇതേപോലെ കടായിയോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്തോട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ കടായി ഒന്ന് ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കൊരല്പം കടുക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 3-4 വറ്റൽമുളക് ഒന്ന് മൂടി ചമട്ടിട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി നമുക്കിനി അടുത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, പെരുംജീരകപ്പൊടി അതും ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്കൊരല്പം കുരുമുളക് പൊടി കൂടെ എരിവിനാവശ്യമായി അതും ഇട്ട് കൊടുക്കുക. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ആ പൊടികളുടെ പച്ചച്ചവ് മാറി കഴിയുമ്പോഴത്തേക്കും കുക്കറിൻ്റെ അകത്തിരിക്കുന്ന സവോളയെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടാം. കാര്യം ഈ സവോള നമ്മൾ വാട്ടിയിട്ടില്ല, വേവിച്ച് മാത്രമേ ഇത് മിക്സ് ചെയ്തെടുക്കാമെന്നുള്ളൂ. കാര്യം സവോള ഒത്തിരി നേരം വാട്ടി കഴിയുമ്പോഴത്തേക്ക് ആ മധുരം അങ്ങ് പോകും. ആ മുട്ടക്കറിയുടെ ആ ഒരു മധുരത്തോടു കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് വേണം അത് ചെയ്യാൻ. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരല്പം ചാറോടും വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം വല്ലതും ഒഴിച്ചാൽ മതി. ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് തുറന്നു നോക്കാം. തീ കൂട്ടി തന്നെയാണ് ഞാൻ വെച്ചിരുന്നത് കേട്ടോ. അപ്പം നല്ലപോലെ തിളയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഴുങ്ങി റെഡിയാക്കി വെച്ചിരിക്കുന്ന തോടൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈ മുട്ട അങ്ങോട്ട് ഇട്ടു. തീ ഒന്ന് കുറച്ചു. ഇനി ഒന്ന് ഇളക്കി. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അടുപ്പം നിർത്തും. മറ്റേ നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും സവോളയൊക്കെ വാട്ടി അല്ലേ, വഴറ്റിയൊക്കെ എടുക്കണം. പക്ഷേ ഇതങ്ങനെ അല്ലല്ലോ. ഇത് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു മുട്ടക്കറി, അത്യാവശ്യം ഗ്രേവിയുമുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. കാരണം ഞാൻ ചായക്കട നിന്നോണ്ടിരുന്നപ്പോൾ ഈ രീതിയിലാണ് മുട്ടക്കറി ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്നുള്ള മുട്ടക്കറിയാണ്. അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഉണ്ട്, പെട്ടെന്ന് അതുപോലെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് സമയം എടുക്കാതെ ഇതേപോലെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഈ കറി കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക, ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക.